ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷനായിരുന്നു 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭയെ 1 ദശാബ്ദത്തിലധികം നയിച്ച് ഭരിച്ച ഭാഗ്യവാനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ ഭാവാതിരുന്നുകൊണ്ട് ഈശ്വരപാദം ഭൂമിയിരിക്കുന്നു. അദ്ദേഹം പല കാര്യങ്ങൾ കൊണ്ടും വ്യതിരിക്തനായിട്ടാണ് കാണപ്പെടുന്നത്. ഒരിക്കലും ഒരു പ്രൗഢഗംഭീരനായി കാണപ്പെടാൻ ആഗ്രഹിച്ചില്ല, ശ്രമിച്ചില്ല. മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ലാളിത്യം, അതിന്റെ നാട്യമില്ലാത്ത പ്രകടനം, ഇതാണ് നമ്മൾ അദ്ദേഹത്തിൽ കണ്ടത്. പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവായുടെ സഭാഭരണം കണ്ട് ആകൃഷ്ടനായി അദ്ദേഹത്തെ ഒരു വീരപുരുഷനായി കണ്ട് ആരാധിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിന് സഭയെക്കുറിച്ചും സഭയുടെ സർവസ്വതന്ത്രമായ നിലപാടുകളെ കുറിച്ചും നല്ല ബോധ്യമുണ്ടായിരുന്നയാളാണെന്ന് പിൽക്കാല പ്രവർത്തനങ്ങൾ തെളിയിച്ചു. സഭ ആരുടെയും അടിമയാകാൻ പാടില്ലായിരുന്നു. മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷന്റെ മുകളിൽ യേശുക്രിസ്തു മാത്രമാണ് ഒരു അധികാരിയെന്ന്, യേശുക്രിസ്തുവിന്റെ ക്രിസ്ത്യാനിയാണ് പൗരസ്ത്യകാതലിക്ക്, അതിനിടയിൽ ആരുമില്ല എന്ന് ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു പരിശുദ്ധ പൗലോസ് തിതിയൻ ബാവ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറക്കെ പറഞ്ഞിരുന്നു, വിശ്വസിച്ചിരുന്നു, മാറ്റമില്ലാതെ വിശ്വസിച്ചിരുന്നു. രോഗിയായി കിടന്നപ്പോഴും അത് ചെന്ന് കാണുന്നവരോട് പലരോടും പറഞ്ഞിരുന്നു, ഒരിക്കലും മലങ്കര സഭ ആരുടെയും അടിമയാകാൻ പാടില്ല. ഇത് ഈശ്വരദത്തമായ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു എന്ന് പറയാം. അദ്ദേഹം വളരെ കർക്കശ നിലപാടുള്ള ആളാണ്, ഒരു കോംപ്രമൈസിന് തയ്യാറല്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കേട്ടു. എന്നാൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു. ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും അതിന്റെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യത്തിൽ നിന്നും ചരിത്രപരമായ നിലപാടിൽ നിന്നും മാറാതെയുള്ള ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു. ഇത് അനിവാര്യമാണല്ലോ. അത് ഏത് സഭാധ്യക്ഷന്റെയും അടിസ്ഥാനപരമായ ചുമതലയാണെന്ന് പറയുകയാണ്. വിട്ടുവീഴ്ച ഒരിക്കലും സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും നിലപാടും വിറ്റുകൊണ്ട് വെടിവീഴ്ച പാടില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ സദൃശ്യവാക്യത്തിൽ ശ്രദ്ധേയമായ ഒരു വാക്യം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിച്ചു കാണും. നല്ലവണ്ണം സത്യം വിൽക്കരുത്, വാങ്ങുക മാത്രമേ ആകാവൂ. ഈ പ്രമാണം ഞാൻ വിശ്വസിക്കുന്നു നന്നായി അദ്ദേഹം ഗ്രഹിച്ചിരുന്നു. സത്യം ഒരിക്കലും വിൽക്കരുത്, വാങ്ങുകയേ ആകാം. അദ്ദേഹം കണ്ട സത്യം സഭയുടെ സ്വതന്ത്രമായ നിലപാട്, ചരിത്രപരമായ വ്യക്തിത്വവും ആണ്. അത് നിലനിർത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണെന്ന് ആർക്കും പറയാൻ, ശത്രുക്കൾക്ക് പോലും പറയാനാവില്ല. എന്നാൽ ആ കാലത്തൊന്നും പല വിമർശനങ്ങൾ ഉള്ളിൽ നിന്നും പുറത്തുനിന്ന് വന്നപ്പോഴൊന്നും അദ്ദേഹം ഒരു രീതിയിലുള്ള മനഃശാഞ്ചല്യവും ഉണ്ടായതായി കാണുന്നില്ല. അതുകൊണ്ടൊക്കെ കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനാശീലവും ദൈവത്തോടുള്ള അടുപ്പവും മുറുകെ പിടിക്കലും ഒക്കെയാണ് ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നു. എതിർപ്പുകൾ കൂടി വന്നപ്പോൾ അദ്ദേഹം ദൈവത്തോട് കൂടുതൽ അടുത്തടുക്കുന്നു. അതിൻ്റെ കൂടെ പറയാനുള്ളത് കാര്യം, രോഗിയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. ഒരുപക്ഷെ മാനുഷികമായ രീതിയിൽ തുടക്കത്തിൽ പരിഭ്രമം ഉണ്ടായി കാണും. എന്നാൽ അത് അദ്ദേഹം മനസ്സാ സ്വീകരിച്ചു, അത് അംഗീകരിച്ചു. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടതിന് മഹാത്ഭുതമാണ്. അദ്ദേഹം ഒരുങ്ങുകയായി, നന്നായിട്ട് ഒരുങ്ങി. ആ മുഖത്ത് ഒരു ക്ഷീണമോ വൈരാഗ്യബുദ്ധിയോ നൈരാശ്യമോ ഒന്നും ആരും കണ്ടില്ല. നേരെ മറിച്ച് നല്ല പ്രകാശം,
സംതൃപ്തി, ജോലിയൊക്കെ തീർത്തതിന്റെ ഒരു സംതൃപ്തി, അതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടത്. ഇപ്പൊ നന്നായിട്ട് ഒരുങ്ങി. രോഗം പോലെ അല്ലാതെ മനുഷ്യൻ മരിക്കാം, ഏത് പ്രായത്തിൽ മരിക്കാം. എന്നാൽ നല്ല ഒരുക്കത്തോടെ മരിച്ചു പോകുന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. അത് നാം ആഗ്രഹിക്കത്തക്കതുമാണ്. ഈ പിതാവിന് അങ്ങനെ ഒരു അന്ത്യം ഉണ്ടായി. 74-75 വയസ്സ് വരെ ജീവിച്ചു. വലിയ വാർദ്ധക്യമൊന്നുമല്ല, എങ്കിലും നന്നായിട്ട് ഒരുങ്ങി എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളും ശുശ്രൂഷയും വാങ്ങി സമാധാനമായി കടന്നു പോകാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. പറുദീസയിൽ അദ്ദേഹം വിശ്രമിക്കട്ടെ. കടന്നുപോയ പിതാക്കന്മാരുടെ അനുഗ്രഹീത സാന്നിധ്യത്തിൽ ഈ പിതാവ് ചെയ്യുന്നതിനിടയാകട്ടെ. സഭയ്ക്ക് വലിയ സ്വത്താണ് ഇങ്ങനെയുള്ള ഈ പിതാക്കന്മാർ. സഭയുടെ സ്വത്ത് ഇത് ഈടുവയ്പ്പെന്ന് പറയുന്നത് ഇതാണ്. വലിയ ആത്മീയമായ ട്രഷർ ആണ് ഈ പിതാക്കന്മാർ. പ്രത്യേകിച്ച് ദേവലോകത്ത് വരുമ്പോൾ കടന്നുപോയ പിതാക്കന്മാർ ഈ ദേവലോകം വാങ്ങുന്ന സമയം മുതലുള്ള ഈ ഒരു വലിയ ബാവായ നമ്മൾ പറയുന്ന ഈ ഒരു സ്ഥിതിയൻ ബാവായുടെ മുഴങ്ങുന്ന ശബ്ദം ഇന്നും ഈ കളങ്ങളിൽ നിൽപ്പുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് വടികുത്തി പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കും. എന്നെ ഇവിടെയാണ് സംസ്കരിക്കേണ്ടത്, നല്ല കാറ്റുള്ള സ്ഥലമാണെന്നൊക്കെ പറയുന്ന ഒരു ദക്ഷിണാശാലി. അദ്ദേഹത്തിന്റെ ചിന്തയിൽ നല്ല കാവ്യമനോഹരമായ ഒരു പ്രസ്താവനയായിരുന്നല്ലോ അത്. ഇവിടെ വേണം എനിക്ക് ഉറങ്ങാൻ. ഓടിമലയിൽ വരുന്ന നല്ല കാറ്റ്, വയലിൽ വരുന്ന നല്ല കാറ്റുണ്ട് ഇവിടെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഇമാജിനേഷൻ വളരെ ശക്തമായി തുടർന്ന് വന്നവരും ഇവിടെ സമാധിയായി. അങ്ങനെ ഒരു പുണ്യഭൂമിയായി. ഇതാണ് സഭയുടെ സ്വത്ത്. അത് സഭയ്ക്ക് ഏറെ ഗുണം ചെയ്യും. നമ്മുടെ അപകട കാലങ്ങളിൽ അവരാണ് നമ്മളെ സഹായിക്കുന്നത്. യൂറിസ്തിയൻ ബാവായ്ക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടായാൽ, സഭാപരമോ അല്ലാതെ ഉണ്ടായാൽ, അദ്ദേഹം ഇവിടെ ഈ ചാപ്പലിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ കുർബാന സ്വഗുരുവായ പരിമല പുണ്യവാളനെ അവിടെ പോയി പ്രാർത്ഥിക്കും കുർബാന. അതോടൊപ്പം കുര്യാക്കോസ് സമുദായയുടെ മധ്യസ്ഥതയിൽ. ഇത് 3 വലിയ പവർ സ്റ്റേഷൻസ് ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ പിതാക്കന്മാരൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ എല്ലാം ഒരു രഹസ്യമായ ബന്ധം ദൈവത്തോടുണ്ടായിരുന്നു. അതായത് അവരുടെ ശക്തി. പ്രത്യേകിച്ച് ഈ പിതാവ് അങ്ങനെ ഒരു ധാടിയായിട്ട് ജീവിച്ചിട്ടുള്ള ആളെയല്ല. അദ്ദേഹം വലിയ പ്രഭാഷകനോ വലിയ എഴുത്തുകാരനോ ഭരണതന്ത്രജ്ഞനോ ഒന്നുമല്ല. എന്നാൽ അദ്ദേഹം നല്ലൊരു ക്രിസ്ത്യാനി, നല്ലൊരു മനുഷ്യനായി വളരെ പ്രസന്റായിട്ട് ഇടപെടാൻ, വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാൻ, വാത്സല്യപൂർവ്വം അതിഥികളെ സ്വീകരിക്കാനൊക്കെ ഒരു പ്രാവീണ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ. നിസ്സാരമല്ല. ഇതെല്ലാം നല്ല ഒരു പ്രൗഢ വ്യക്തിത്വത്തിന്റെ മെച്വർ പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങളാണ്. അത് നല്ലപോലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലം. ഒരു പതിറ്റാണ്ടിനപ്പുറത്തേക്ക് നീങ്ങുന്ന ഭരണകാലം ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ഇതിന് മുമ്പ് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭാവിയിൽ ഉണ്ടായേക്കാം. എങ്കിലും എല്ലാ പഴുതുകളും അടച്ചുള്ള കോടതിയുടെ വിധി പ്രസ്താവനയും ഒക്കെ ഏറ്റുവാങ്ങാനും ഒക്കെ ഇടയായി. ഇതിൽ ഓരോ പിതാക്കന്മാരും ഓരോ രീതിയിൽ ഒത്തുങ്കലാണ്. പരിശുദ്ധ പരിമല തിരുമേനിയെ കാനനൈസ് ചെയ്യാൻ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് യൂറിസ്തിയൻ ബാവ അധ്യക്ഷനായ സുന്ദരദോസാണ്. പരിശുദ്ധ പട്ടശ്ശേരി തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ അധ്യക്ഷനായ സുന്ദരദോസാണ്. ഈ രീതിയിൽ സഭയിലെ വലിയ ആളുകളാണ്, വളരെ വലിയ ആളുകളാണ്. അപ്പൊ അവർ കടന്നുപോയാലും പ്രാർത്ഥിച്ച് ശീലിച്ചവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പ്രാർത്ഥന തുടരട്ടെ. അത് സഭയ്ക്ക് നന്മയായിരിക്കും, അനുഗ്രഹമായിരിക്കും, സംരക്ഷണം നൽകുന്നതായിരിക്കും. നമുക്ക് ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം കടന്നുപോയിട്ട് ഇന്ന് 6 ദിവസം ആവുകയാണ്. അദ്ദേഹം ഇവിടെ നടക്കുന്ന ശുദ്ധ ബലിയിലും ഒക്കെ ആത്മീയമായി പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ പരിമളം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ആത്മാവിന് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ്. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ വേദപുസ്തകം വായിക്കുന്നു. അതും ആത്മാവിന് ഒത്തിരി ആശ്വാസം നൽകുന്നതാണ്. അങ്ങനെ വേദപുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും മുമ്പിട്ടും നോമ്പ് നോക്കി ശീലിച്ചവർക്ക്
ഈ അനുഷ്ഠാനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഏറെ കൃതാർത്ഥതയും ആശ്വാസം നൽകും. അങ്ങനെയാണ് നമ്മൾ അവരുടെ ആത്മീയ മക്കളാണെന്ന് നമ്മൾ തെളിയിക്കുന്നത്. സഭയ്ക്ക് നന്മയുണ്ടാകട്ടെ. സഭയിൽ ഈ പിതാക്കന്മാർ ആഗ്രഹിച്ചതുപോലെ ശാശ്വതവും നിലനിൽക്കുന്നതും പിന്നീട് പൊട്ടിപ്പിളരാക്കുന്നതുമായ യഥാർത്ഥ സമാധാനം സൗഹാർദ്ദവും നിലവിൽ വരട്ടെ. അവർ കടന്നുപോയാൽ അതിനുവേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് സഭയിൽ നടപ്പാകട്ടെ. അദ്ദേഹം സഭയ്ക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പിതാവിന്റെ ആത്മീയ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് ആയിരിക്കുന്നത് തന്നെ പുണ്യമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ എല്ലാ പ്രാർത്ഥന സഭയ്ക്കും നമുക്കെല്ലാവർക്കും എന്നും കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും.